ഷാരോൺ വധക്കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. കേസിലെ മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ് ശിക്ഷയും വിധിച്ചു. പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ പിഴ ശിക്ഷയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് 10 വർഷത്തെ തടവും അന്വേഷണത്തെ വഴിതെറ്റിച്ചതിന് 5 വർഷത്തെ തടവുമാണ് നെയ്യാറ്റിൻകര കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന പ്രതിഭാഗവാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിലെ മൂന്നാം പ്രതിയായ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേസിലെ 2ാം പ്രതിയായ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ നേരത്തെ കോടതി വെറുതെ വിട്ടിരുന്നു. 586 പേജുള്ള വിധി പ്രസ്താവനമാണുള്ളത്. വിചാരണവേളയിൽ 175 രേഖകളും 48 സാഹചര്യ തെളിവുകളും പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിരുന്നു. കേരള പോലീസ് അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്നും കോടതി വ്യക്തമാക്കി. സാഹചര്യ തെളിവുകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുവെന്നും പ്രണയബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും കോടതി വ്യക്തമാക്കി. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നുവെന്നും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കോടതി പറഞ്ഞു. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് കോടതിക്ക് മുന്നിൽ പ്രസക്തമല്ലെന്നും കോടതി വ്യക്തമാക്കി. 2022 ഒക്ടോബർ 25-നാണ് ചികിത്സയിലിരിക്കെ ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.